കുറച്ച് വിവരങ്ങളാണ് അത് വളരെ ചുരുക്കി പറയാം. കാരണം പല നിറത്തിലുള്ള കണ്ടെയ്നറുകൾ അതിന്റെ എങ്ങനെയാണ് അത് കാറ്റഗറൈസ് ചെയ്യുന്നത്, എന്താണ് സൂചിപ്പിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളുടെ വളരെ സാങ്കേതികമായ ഒരു കാര്യമാണ്. പറഞ്ഞു പോകാം. നമുക്കൊന്ന് ശ്രദ്ധിക്കുക, നമ്മൾ ഇത് കാണുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക എന്നതുകൊണ്ട് മാത്രം പറയുന്നതാണ്. ഓറഞ്ച് ക്ലാസ് 1 എന്ന വിഭാഗത്തിൽപ്പെടുന്ന കണ്ടെയ്നറുകളെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. അതിൽ ഓറഞ്ച് ക്ലാസ് 1-ൽ വരുന്നത് സ്ഫോടക വസ്തുക്കളുടെ ഒരു കണ്ടെയ്നർ ആയിരിക്കും അതെന്നാണ് ആ കളറും ഇത് നിങ്ങളോട് സൂചിപ്പിക്കുന്നത്. ചുവപ്പാണ് എങ്കിൽ അത് ക്ലാസ് 2.1 ആണ്, ജ്വലനശേഷിയുള്ള വാതകങ്ങളാണ്. ക്ലാസ് 3-ലുള്ളത് ജ്വലനശേഷിയുള്ള ദ്രാവകങ്ങളുമായിരിക്കും. അപ്പോൾ ഇത് കൃത്യമായി പ്രേക്ഷകർക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി പച്ച, അത് ക്ലാസ് 2.2 എന്ന ഗണത്തിൽ പെടുന്നതാണ്. അതിൽ ഉള്ളത് ജ്വലിക്കാത്ത വാതകങ്ങളായിരിക്കും. വെള്ള ക്ലാസ് 2.3-ൽ വിഷാംശമുള്ള വാതകങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. ഇനി ചുവപ്പിൽ വെള്ള വരകളുള്ള കണ്ടെയ്നറുകളാണെങ്കിൽ അത് ക്ലാസ് 4.1 കാറ്റഗറിയിലുള്ളതാണ്, ജ്വലനശേഷിയുള്ള ഖരവസ്തുക്കളാണ്. വെള്ളയും ചുവപ്പുമുള്ള കണ്ടെയ്നറാണ് എങ്കിൽ അത് ക്ലാസ് 4.2-ലുള്ളതാണ്, സ്വയം ജ്വലിക്കുന്നവയാണ്. ഇനിയുള്ളത് നീല നിറത്തിൽ, അത് ക്ലാസ് 4.3 എന്ന ഗണത്തിൽ വരും. നനഞ്ഞാൽ അപകടകാരിയാവുന്ന വസ്തുക്കളായിരിക്കും അതിനുള്ളിൽ ഉണ്ടാവുക. അടുത്തത് മഞ്ഞ, ക്ലാസ് 5.1 എന്ന കാറ്റഗറിയാണ്. ഓക്സീകരണ ശേഷിയുള്ള പദാർത്ഥങ്ങളായിരിക്കും അതിലുണ്ടാവുക. ക്ലാസ് 5.2-ൽ ഓർഗാനിക് പെറോക്സൈഡ് ആയിരിക്കും എന്നതാണ് സൂചിപ്പിക്കുന്നത്. ഇനി വെള്ളയിൽ അപായ ചിഹ്നമുള്ള കണ്ടെയ്നറുകളാണ് നമ്മൾ കാണുന്നത് എങ്കിൽ അത് ക്ലാസ് 6-ലുള്ളതാണ്, വിഷാംശമുള്ള പദാർത്ഥമാണ്. പ്രത്യേകിച്ചും വെള്ളത്തിലൊക്കെ ഒഴുകി വരുന്നതാണ്. അങ്ങനെയുള്ള കണ്ടെയ്നറുകളാണ് നിങ്ങളുടെ തീരത്തടിഞ്ഞിരിക്കുന്നതെങ്കിൽ ആ പരിസരത്ത് നിന്നേ മാറി നിൽക്കുക എന്നുള്ളതാണ്. ഇനി മഞ്ഞയും വെള്ളയും നിറത്തിലുള്ളതാണെങ്കിൽ അത് ക്ലാസ് 7 ആണ്, ആണവ വികിരണ സാധ്യതയുള്ള ഘടകങ്ങളാണ്. നിലവിൽ അങ്ങനെയുള്ളതില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പിന്നെയുള്ളത് കറുപ്പ് വെള്ള, അതായത് ക്ലാസ് 8 കാറ്റഗറിയിൽ പെടുന്നതാണ്. അതിൽ തുരുമ്പിക്കാനിടയുള്ള വസ്തുക്കളാണ്. ഒപ്പം ഇടകലർന്ന കറുപ്പും വെള്ളയും വരുന്ന കണ്ടെയ്നറുകൾ അത് ക്ലാസ് 9 എന്നതാണ്. അതിൽ മറ്റ് വസ്തുക്കളാണ്, അങ്ങനെ അപകടകരമല്ലാത്ത തരത്തിലുള്ള വസ്തുക്കളൊക്കെ ആയിരിക്കും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിലെല്ലാ കാറ്റഗറിയൊന്നും ഇതിലില്ല, വളരെ കുറച്ച് കാറ്റഗറിയിലുള്ള കണ്ടെയ്നറുകൾ മാത്രമാണ്. ഒരു പൊതു സാഹചര്യം വരുമ്പോൾ നമ്മൾ ഇതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പങ്കുവെച്ചു എന്നേ ഉള്ളൂ. വളരെ സാങ്കേതികമായ കാര്യങ്ങളാണ്. നമ്മുടെ മുന്നിൽ നിലവിൽ ഈ ആണവ വികിരണ ശേഷിയുള്ളതോ അത്യധികം അപകടകരമായ കണ്ടെയ്നറുകളോ അടിഞ്ഞിട്ടില്ല എന്നുള്ള വിവരമാണ് നിലവിൽ ലഭ്യമാകുന്നത്. ഇന്നത്തെ മാതൃഭൂമി ദിനപത്രത്തിലും ഈ കാറ്റഗറി ചെയ്തിട്ടുള്ള വിവരങ്ങൾ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അതൊന്ന് തീരപ്രദേശത്തുള്ളവർ പ്രത്യേകിച്ചും ഒന്ന് ഓർത്തു വയ്ക്കുന്നത് നല്ലതായിരിക്കും.